എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺസൺ ജോർജ്. ഞാൻ കൊട്ടാരക്കര വിലങ്ങര മലവള എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഏകദേശം ഒരു 22 വർഷമായി ഞാൻ പ്രവാസിയായിരുന്നു. ദുബായ്, കുവൈറ്റ് എന്നിവിടങ്ങളിൽ ജോലിയുടെ ബന്ധത്തിൽ ഞാനായിരുന്നു അവിടെ. ഇപ്പോൾ ഏകദേശം ഒരു 10 മാസമായി ഞാൻ നാട്ടിൽ പ്രവാസ ജീവിതം തീർത്ത് നാട്ടിൽ സെറ്റിൽഡായിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയത് ഏകദേശം 1992 വർഷക്കാലഘട്ടത്തിലായിരുന്നു. അന്ന് ഞാൻ വളരെ പ്രയാസത്തിലൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു ദൈവം എനിക്കൊരു വഴി തുറന്ന് ആദ്യമായിട്ട് കുവൈറ്റിലോട്ട് പോകുവാനും അവിടെ ഏകദേശം 4 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യുവാനൊക്കെയും ദൈവം എനിക്ക് ഇടയാക്കി. ഞാൻ 2005 ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ പോകണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നിയത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു റിലേറ്റീവ് അച്ഛൻ മുഖേന എനിക്ക് പോകാനുള്ളൊരു വിസ എനിക്ക് തരുവാനൊക്കെ ഇടയാക്കിയത്. ആ രീതിയിലാണ് ഞാൻ പ്രവാസ ജീവിതം രണ്ടാമത് തുടങ്ങുന്നതിന് വേണ്ടി ദുബായിലേക്ക് കടന്നു പോയത്. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലോട്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടുകളും പരാതികളും ഒക്കെ നിന്നതിൻ്റെ ഒരു പരിസ്ഥിതിയിലാണ് ഞാൻ ജീവിച്ചു വന്നത്. എൻ്റെ കുടുംബത്തിൽ അപ്പനും അമ്മയും 4 മക്കളാണ് ഞങ്ങൾ. 2 ആണും 2 പെണ്ണുമായിരുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും ഇളയ ഒരു മകനായിട്ട് എനിക്ക് ജനിക്കുവാൻ ഇടയായിത്തീരുന്നു. ഞാനാണ് 4ാമത്തെ മകൻ. അങ്ങനെ ഇരിക്കെയാണ് എല്ലാ പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എങ്കിൽ തന്നെയും ദൈവം എനിക്കൊരു തക്ക സമയത്തിനൊരു വഴികളൊക്കെ അങ്ങ് തുറന്നു. അന്ന് ഞാൻ ദൈവികമായിട്ട് ഒരു ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അപ്പച്ചൻ്റെ അടുത്ത ഒരച്ചായൻ മുഖേനയാണ് ഞാൻ ദുബായിലേക്ക് കടന്നു പോയത്. ദുബായിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ വളരെ കടഭാരത്താലെ കഷ്ടപ്പാടുകളിലെ പ്രയാസങ്ങളുടെയൊക്കെ നടുവിലാണ് എനിക്ക് ആ ഒരു വിസ ദൈവം എനിക്ക് തന്നത്. ഞാൻ അനേക ദിവസങ്ങൾ ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താണ് എനിക്ക് ആ ഒരു വിസ എനിക്ക് ലഭിക്കാനിടയായത്. ആ വിസ ലഭിക്കുന്നതിന് വേണ്ടി അത്രമാത്രം ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഏകദേശം ഞാൻ ഈ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം എനിക്ക് ആ ഒരു വിസ എനിക്ക് കിട്ടുവാൻ എനിക്ക് ഇടയാക്കി തന്നത്. അങ്ങനെ ഞാൻ ഒരു പ്രവാസി 2ാം ഘട്ടമായിട്ട് ഞാൻ ദുബായിലേക്ക് കടന്നു വരുന്നത്. അവിടെ കടന്നു ചെന്ന് ആദ്യത്തെ ഒരു 3-4 വർഷം വളരെ കഷ്ടപ്പാടുകളിലാണ് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങിയിരുന്നത്. എന്നാൽ തന്നെയും ദൈവം എനിക്ക് തക്ക സമയത്തിന് അതത് പ്രയാസങ്ങളും ഒന്നും കൂടാതെ എന്നെ ദൈവം ഓരോ ദിവസവും അത്ഭുതകരമായിട്ടാണ് എന്നെ വഴി നടത്തിയത്. ആ വിധങ്ങളൊന്ന് ഓർത്താൽ എനിക്ക് ഏകദേശം 2, 3, 4 ദിവസം വേണം പറഞ്ഞു തീർക്കാൻ. അത്രയ്ക്ക് ദൈവം എനിക്ക് നല്ലൊരു വഴികളൊക്കെ എനിക്ക് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് നൽകുകയും ഏകദേശം ഒരു കമ്പനിയിൽ തന്നെ പ്രവാസിയായിട്ട് 20 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു 5-6 വർഷം അവിടെ ജോലി ചെയ്തു. നല്ല രീതിയിൽ ജോലി ചെയ്തു വന്നപ്പം ഒരു വലിയൊരു അനുഭവം എനിക്ക് പറയുവാനുണ്ട്. ഒരു പ്രയാസം എനിക്ക് അനുഭവിക്കുവാൻ എനിക്കിടയായി. കാരണം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ആ കാലയളവ് മൊത്തം സത്യസന്ധതയോടെയും ആയിരുന്നു ഞാനവിടെ ജോലി ചെയ്തത്. പക്ഷേ അതൊന്നും ചിലർക്ക് അത്ര ശരിയായി തോന്നിയില്ല. അങ്ങനെ എനിക്ക് വേണ്ടി പലരും
എന്തെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും അവനൊരു ഈ ജോലിയൊക്കെ നഷ്ടപ്പെടുത്തി എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിൽ പോകണം എന്ന് വരത്തക്ക രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ എനിക്ക് വരുത്തി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കമ്പനിയിൽ നിന്ന് ഏകദേശം നമ്മുടെ നാട്ടിലെ ഏകദേശം 60 ലക്ഷം രൂപയോളം വില വരുന്ന കേബിൾ നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. ഞാൻ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സ്റ്റോറിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അങ്ങനെ ആ കേബിൾ നഷ്ടപ്പെടുകയും അത് നഷ്ടപ്പെടുവാൻ കാര്യം അവിടെയുള്ള ഒരു സീനിയർ ഒരു 3-4 എൻജിനീയേഴ്സിൻ്റെ അശ്രദ്ധക്കുറവ് കൊണ്ടായിരുന്നു അത് നഷ്ടപ്പെടുവാൻ. പക്ഷേ അവർ വിചാരിച്ച് എങ്ങനെയെങ്കിലും എൻ്റെ പേരിൽ അത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേസായി അത് പ്രശ്നം കൂടുതൽ ഗുരുതരമാവും, ഇവനെ പിടിച്ച് ജയിലിനകത്തിടും, പിന്നെ അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവത്തില്ലെന്നുള്ള കണക്ക് കൂട്ടിൽ അവർ ആ കേബിളിൻ്റെ ആ കേസ് എൻ്റെ പേരിൽ വരുത്തി തീർത്തു. അങ്ങനെ 2012 എൻ്റെ പേരിൽ ഒരു കേസ് വരുത്തി തീർത്തവർ. ആ കേബിള് ആ എൻജിനീയേഴ്സിൻ്റെ അശ്രദ്ധക്കുറവ് മുഖേന അത് മിസ്സാവുകയും ആ കേസ് സാധനം വന്നു അതെങ്ങനെയോ ജോൺസൻ്റെ മിസ്റ്റേക്കിൽ അത് കാണാനില്ലെന്നുള്ള ഒരു വരുത്തി തീർക്കുകയും എൻ്റെ പേരിൽ 2012 ഒരു കേസ് അവർ ചാർജ് ചെയ്തു. അങ്ങനെ ദുബായ് അൽബർഷ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നു. ഇത്രാം തീയതി ഇന്ന സമയത്തിന് നീ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന്. ആ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ വളരെ ഷോക്കായിപ്പോയി എനിക്ക്. കാരണം ഞാൻ അത്രയും സത്യസന്ധമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇടയ്ക്ക് ഇങ്ങനൊരു പ്രയാസം എനിക്ക് നേരിട്ടിട്ടില്ല. അത്രയും നാളിൽ ഞാൻ വിശ്വസ്തയായിട്ടായിരുന്നു എല്ലാ മേഖലയിലും ഞാൻ ജോലി ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ എനിക്ക് വരുന്നതും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതും. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ആ പോലീസ് പറയാൻ നിൻ്റെ പേരിൽ ഒരു കേസുണ്ട്, നിങ്ങളുടെ കമ്പനിക്കാർ കൊടുത്തതാണ്, അത് നീ ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി അവിടെ കേബിൾ കാണാനില്ലെന്ന്. എനിക്ക് വളരെ പ്രയാസമായിപ്പോയി. അന്നേരം ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആദ്യം മുതൽ തന്നെ പോലീസുകാരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ആ അവസരത്തിലാണ് മുന്നോട്ട് പോകുമ്പോൾ കോവിഡിൻ്റെ ടൈമൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്താണ് എൻ്റെ മാതാവ് മരിക്കുകയും എനിക്ക് തക്ക സമയത്ത് എനിക്ക് നാട്ടിൽ വന്ന് എൻ്റെ മാതാവിനെ കാണാൻ പറ്റാത്ത ഒരു വലിയ വിഷമം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. കാരണം മാതാവ് മരിക്കുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഐഡിയും എല്ലാം പോലീസ് സ്റ്റേഷനിലായിരുന്നു. കാരണം ദുബായിലുള്ള എല്ലാ എയർപോർട്ടുകളിലും എനിക്ക് ട്രാവൽ ബാൻ ചെയ്ത സന്ദർഭങ്ങളിൽ എനിക്ക് നാട്ടിലോട്ട് വരാനും എൻ്റെ മാതാവിൻ്റെ മരണത്തിൽ എനിക്ക് പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചില്ല. അതെനിക്കൊരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസമാണ് ഇപ്പോഴും എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ കേസ് വീണ്ടും മുന്നോട്ട് പോവുകയും ഏകദേശം 3-4 വർഷത്തോളം ആ കേസ് തുടരുവാനും പല പ്രാവശ്യം എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുവാനും ഒക്കെ ചെയ്തു. പക്ഷേ അവിടുത്തുള്ള കേസുകൾ മൊത്തവും എനിക്ക് അനുകൂലമായി വിധിക്കുകയും എന്നിൽ നിന്ന് യാതൊരു കുറ്റവും ഇല്ല എന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തുകയും എന്നെ വിളിക്കുകയും ഞങ്ങളുടെ കമ്പനിയിൽ PRO ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുകയും അങ്ങനെയാണ് PRO വന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ച് എന്നെ അവിടുന്ന് റിലീസ് ആക്കുവാനും ഇടയാക്കി തീർന്നു. അതിന് ശേഷവും ആ കമ്പനിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഞാൻ നിരപരാധിയാണെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം തുടർന്നും ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളം ആ കമ്പനിയിൽ തുടർന്ന് ജോലി ചെയ്യുവാൻ എനിക്ക് ഇടയാക്കി. അങ്ങനെ ഇരിക്കെ ആ 3 വർഷം സത്യസന്ധതയോട് വീണ്ടും എനിക്ക് ജോലി ചെയ്യുവാനും ഞാൻ സ്വയമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചു, ഇനി തുടർന്ന് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അത്ര സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നെനിക്ക് തോന്നുകയും ഏകദേശം 2023 ഞാൻ എൻ്റെ പ്രവാസ ജീവിതം അവസാനിച്ചാണ് ഞാൻ അവിടുന്ന് ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരുവാൻ ഇടയായത്. ഏകദേശം ഞാൻ അവിടെ ആ ദുബായിലായിരുന്ന സാഹചര്യവും സമയങ്ങളിലുമൊക്കെ ദൈവം എല്ലാ സമയത്തും തക്കതായ ഒരു വലിയ ഒരു പ്രവൃത്തിയാണ് എല്ലാ മേഖലയിലും ദൈവം എനിക്ക് നൽകി തന്നുകൊണ്ടിരുന്നത്. കാരണം കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലെ ദുഃഖങ്ങളിലെല്ലാം ദൈവം എനിക്ക് നല്ലൊരു വഴികാട്ടിയായിരുന്നു. യാതൊരു വിധമാകുന്ന ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊന്നും വരുന്ന സമയങ്ങളൊക്കെ ദൈവം എനിക്ക് തുണയായിരുന്നു.
അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ ഏകദേശം 20 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യുവാനൊക്കെ എനിക്ക് ദൈവം ഇടയാക്കി. അവിടെ ആ പല മേഖലകളിൽ പല രീതികളിൽ എനിക്ക് ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ എനിക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദൈവം എന്നെ 20 വർഷക്കാലം ദുബായിയുടെ പ്രദേശത്ത് എനിക്ക് പ്രവാസിയായിരിക്കാനൊക്കെ എനിക്ക് ഇടയാക്കി തീർന്നു. അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത്, ഇനി ഇത്രയും നാൾ ഞാൻ പ്രവാസിയായിരുന്നു, ഇനി നാട്ടിൽ പോയി ഇനി കുടുംബത്തോടൊപ്പം താമസിച്ച് ഇവിടെ ഞങ്ങളുടെ ചർച്ചിന് വേണ്ടുന്നതായ ചില കൈത്താങ്ങുകളും ഒക്കെ കൊടുത്ത് അതിനോട് അടുത്ത് ജീവിക്കാനൊക്കെ ഞാൻ തീരുമാനിച്ചാണ് ഞാൻ 2023 നാട്ടിലോട്ട് വരുവാനിടയായി തീർന്നത്. നാട്ടിൽ നിന്ന് അവിടുന്ന് എനിക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ പോകണ്ടെന്നും അത് കുറച്ച് നാളിലൂടെ കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ എനിക്ക് പറഞ്ഞു. കാരണം അത്രയ്ക്ക് എന്നോട് അടുത്തിടപെട്ടിരുന്ന ഒരുപാട് എൻ്റെ സഹപാഠികളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ചർച്ചിലുള്ള സഹോദരങ്ങളെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും ആ സ്നേഹം ഞാൻ ഡെയിലി പങ്കുവയ്ക്കാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഏകദേശം 10 മാസത്തോളം ആകുന്നു. ഞാൻ ഈ കാലഘട്ടത്തിലൊക്കെ ഞാനിവിടെ വന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു മുതൽക്കൂട്ടായി ഇവിടെയുള്ള മറ്റ് സഹോദരങ്ങളോടും നമ്മുടെ ആ സഭാവിശ്വാസികളോടും എല്ലാവരോടും നല്ല ഒരു മകനായി എനിക്ക് ഇവിടെ ആയിരിക്കാനൊക്കെയും ദൈവം എനിക്ക് ഇടയാക്കി. അതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് അനേക സ്ഥലങ്ങളിൽ കൺവെൻഷനോടനുബന്ധിച്ച് എനിക്ക് കടന്നു പോകാനും ഒക്കെ എനിക്ക് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ അവിടെ വെച്ചേ തീരുമാനിച്ചതാണ്, നാട്ടിൽ പോയി നല്ല ആത്മീകമായിട്ട് എനിക്ക് മുന്നേറി ജീവിക്കണം. കാരണം ഈ നാട്ടിലെ ആത്മീകമായിട്ടുള്ള രീതിയും അവിടുത്തെ ആത്മീകമായിട്ടുള്ള രീതിയും രണ്ടും രണ്ടാണ്. കാരണം അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ പല ടെൻഷനാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകുവാനും ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനും എനിക്ക് അവരോട് ഒത്ത് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പരസ്യയോഗമായിട്ടൊക്കെ എനിക്ക് കടന്നു പോകാനൊന്നും സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ ജോലിയോടുള്ള ബന്ധം അങ്ങനെ ആയിരുന്നു. കാരണം നമ്മൾ പറയുന്നത് പോലല്ല, ഈ ഞങ്ങൾ എൻ്റെ ആ കമ്പനിയെ ഉപയോഗിച്ച് പോകുമ്പോൾ അബുദാബി, ദുബായിലൊക്കെ ആയതുകൊണ്ട് 6 മാസം 1 വർഷമൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആത്മീകമായിട്ട് എനിക്ക് അവിടെ അത്ര മുന്നേറുവാൻ ജീവിച്ചില്ല. പക്ഷേ എല്ലാ ഫ്രൈഡേ ഒക്കെ എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് അവിടുത്തെ ആരാധനയ്ക്കോ അല്ലെങ്കിൽ പ്രേയറിനൊന്നും കടന്നു പോകാൻ പറ്റത്തില്ല. കാരണം ആ ജോലിയോടുള്ള ബന്ധം അങ്ങനെ ആയിരുന്നു. കാരണം ജോലി കളഞ്ഞ് നമ്മൾക്ക് രാവിലെ ജോലിക്ക് കയറുമ്പോൾ പഞ്ചിങ് ഉണ്ട്, ഇറങ്ങുമ്പോൾ പഞ്ചിങ് ഉണ്ട്. കാരണം ആ പഞ്ചിങ് ഉള്ള ആ സമയങ്ങളിലായതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് പോകാനോ വരാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഞാൻ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചത്, നാട്ടിൽ പോയി നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്ത് നമ്മുടെ ചർച്ചിലുള്ള സഹോദരങ്ങളോടൊക്കെ ഒരുമിച്ച് ദൈവമായിട്ട് ഇച്ചിരൂടെ ഒന്ന് അടുത്ത് ജീവിക്കണമെന്നാണ് ഒരാഗ്രഹത്തിലാണ് ഞാൻ ജോലി മതിയാക്കി നാട്ടിലോട്ട് വരുവാനിടയായി തീർന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഏകദേശം എൻ്റെ പ്രായത്തിന് ഇത്രയും കാലയളവിന് ശേഷം ഇപ്പോൾ ഈ 10 മാസത്തിൽ എനിക്ക് ദൈവമായിട്ടൊരു അടുത്ത ബന്ധം ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് വരുവാനൊക്കെ ഇടയായി. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം അനേകം കൺവെൻഷനുകളൊക്കെ എനിക്ക് കടന്നു പോകാൻ എനിക്ക് ഇടയാക്കി. കാരണം ഞാൻ വന്ന സമയത്തുള്ളൊക്കെ എല്ലാ ഏരിയയിലും എല്ലാ സഭകളിലൊക്കെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കഴിവുള്ള എല്ലാ കൺവെൻഷനും എനിക്ക് സംബന്ധിപ്പാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചർച്ചിലുള്ള ജനറൽ ബോഡി വരികയും എന്നെ എല്ലാ സഹോദരങ്ങളും ചേർന്ന് എന്നെ എൻ്റെ ചർച്ചിൻ്റെ ട്രഷററായി എന്നെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഞാനിപ്പോൾ ചർച്ചിൻ്റെ ട്രസ്റ്റിയായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു നല്ല അവസരമാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് ദൈവത്തെ കൂടുതലായി ഒന്ന് അടുത്ത് ജീവിക്കാനൊക്കെയും എനിക്കൊരുള്ള ഒരു അവസരമാണ്. കാരണം എനിക്ക് പല ആൾക്കാരുമായിട്ട് എനിക്ക് സഹകരിക്കുവാനും അവരുമായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ചർച്ച ചെയ്യുവാനൊക്കെ എനിക്ക് ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാരണം അവരുടെ ഓരോ കമ്മിറ്റി മീറ്റിങ്ങുകളിൽ എനിക്ക് പോകുവാനും ഞങ്ങളുടെ സെൻറ്റർ ഓരോ മീറ്റിങ്ങുകളിലൊക്കെ എനിക്ക് പോകുവാനൊക്കെ എനിക്ക് ദൈവം എനിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു അവസരമാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് നല്ലൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് അവിടുത്തേക്കാളും ഒരു ദൈവികമായി മുന്നേറി ജീവിക്കുവാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ.
എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വേറൊരു അനുഭവം കൂടി എനിക്ക് ഉണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പ്രവാസിയായിട്ട് പോകുന്നതിന് മുൻപ് ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. റോഡിൽ നിന്ന് സ്വല്പം മുകളിലോട്ട് മാറിയാണ് എൻ്റെ ഒരു വീട് ഉണ്ടായിരുന്നത്. അവിടെ ഏകദേശം 1990 കാലഘട്ടങ്ങളിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1990 ഞങ്ങളവിടെ എൻ്റെ വീട്ടിലിരിക്കുകയും ഏകദേശം ഒരു സൺഡേയിൽ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്ന് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അപ്പച്ചനും അമ്മയും ഒത്ത് ഞങ്ങൾ ഉച്ചക്കലത്തെ ആഹാരം കഴിച്ചതിന് ശേഷം വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു ഇടിമിന്നൽ വരികയും ആ ഇടിമിന്നൽ നേരെ എൻ്റെ ഭവനത്തിലായിരുന്നു ചാഞ്ഞത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എൻ്റെ വീട് ഏകദേശം നല്ല ലക്ഷങ്ങൾ എനിക്ക് നഷ്ടപ്പെടുകയും ഞങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഒരു 3-4 പേരെ ദൈവം രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ ഈ ലോകത്ത് ഞങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. അത്രയ്ക്കൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആ വീട്ടിൽ ആ ഇടിമിന്നൽ ചായുകയും എൻ്റെ ഭവനത്തിലുള്ള ഇലക്ട്രിസിറ്റി, ഫോണ്, അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തവും കത്തി നശിക്കുകയുണ്ടായി. അങ്ങനെ മുറ്റത്ത് ഉണ്ടായിരുന്ന ഒരു 3 തെങ്ങ്, 4-5 വൃക്ഷങ്ങളെ എല്ലാം കത്തിപ്പോവുകയിടയായി തീർന്നു. അന്ന് മുതലാണ് ജീവിതത്തിൽ എൻ്റെ ദൈവം ഞങ്ങളെ കാത്തു രക്ഷിച്ച ആ ഒരു അനുഭവം എപ്പോഴും എൻ്റെ മനസ്സിലും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാകുവാനിടയായി തീർന്നത്. കാരണം അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ജീവനോടെ ഈ ലോകത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം ദൈവം ഞങ്ങളെ അത്രമാത്രം അതിശയമായി അന്നത്തെ ആ ഒരു പകൽക്കാലം ഞങ്ങളെ രക്ഷിച്ചു. ആ ഇടിമിന്നലിൽ നിന്ന് ഞങ്ങൾക്ക് പകരമായിരുന്നു ആ വീട്ടിലുള്ള ഉപകരണങ്ങളും ആ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന തെങ്ങുകളും വൃക്ഷങ്ങളെല്ലാം നശിച്ചത്. അത്രമാത്രം ഒരു ദൈവിക ശക്തി ആ പകൽക്കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുണ്ടായതുകൊണ്ട് ഞങ്ങളെ എല്ലാവരും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. അന്ന് മുതലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു, ദൈവമേ എനിക്ക് നല്ലൊരു വഴി തുറന്ന് താഴോട്ട് മാറി റോഡ് സൈഡിലൊരു ഭവനം എനിക്ക് ഉണ്ടാക്കണമെന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ട് ഇടിമിന്നലേറ്റ ആ ഭാഗം ഇച്ചിരി ഉയർന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ദൈവം എനിക്ക് ഈ റോഡ് സൈഡിലൊരു ഭവനം എനിക്ക് ഉണ്ടാക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയത്. ആ ഭവനം ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ദുബായിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ദൈവം ആ ഭവനം ഉണ്ടാക്കുവാനും എൻ്റെ ആ പ്രയാസങ്ങളെ എല്ലാ രീതിയിലും മാറ്റുവാനൊക്കെ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. ആ ദൈവത്തിൻ്റെ ആ അത്ഭുതം എത്ര ഓർത്താലും നമുക്ക് ദൈവത്തെ ആ സന്നിധി അവിടെ നിന്നും പോകുവാനൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അവിടെ ദുബായി കടന്നു പോകുവാനും തിരിച്ചിവിടെ വരുവാനും ഈ സമയങ്ങളിലൊക്കെ ദൈവത്തെ കൂടുതലായി അറിഞ്ഞ് ജീവിക്കുവാനൊക്കെ എനിക്ക് ഇടയാക്കി തീർന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്നു. ആ സമയങ്ങളിലൊക്കെ തക്ക സമയത്ത് ദൈവം ഞങ്ങളെ അതിശയകരമായി ഓരോ ദിവസവും വഴി നടത്തുന്നു. അതിൻ്റെ പ്രവൃത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഇരിക്കെ വീണ്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പ്രയാസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഇവിടുന്ന് കുവൈറ്റിന് കടന്നു പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് കടന്നു പോകുന്നത്. കാരണം വീട്ടിൽ അനധികൃതമായ ഒരു വരുമാനങ്ങളോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കുവൈറ്റിലേക്ക് കടന്നു പോകുന്നത്. കടന്നുപോയി അവിടെ ഒരു 4 വർഷത്തോളം ജോലി ചെയ്യുവാനിടയായിരുന്നു. കാരണം കുടുംബത്തെയൊക്കെ വിട്ടു, മാതാപിതാക്കളെ വിട്ടു, സഹോദരങ്ങളെയൊക്കെ വിട്ടു, കൂട്ടുകാരെയൊക്കെ വിട്ട് എനിക്ക് അവിടെ പോയപ്പോൾ ഞാൻ ദൈവത്തോട് എന്നും മുട്ടുപായി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, എല്ലാവരെയും വിട്ട് ഞാൻ ഒരു പ്രവാസിയായിട്ട് ഇവിടെ വന്നു. ഞാൻ എത്ര നാളിവിടെ ജോലി ചെയ്യുന്നു അത്രയും നാളും എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സഹോദരങ്ങളും അവിടെ കുവൈറ്റിനെ അപേക്ഷിച്ച് എനിക്ക് പറയുവാണെങ്കിൽ ഒരു ചർച്ചുമായിട്ട് എനിക്ക്
മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ആ നാട്ടിലുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ എനിക്ക് മാറി. കാരണം അവിടെ എനിക്ക് നല്ലൊരു പാസ്റ്ററെ എനിക്ക് കിട്ടുവാനും അവിടെയുള്ള സഹോദരങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പം എൻ്റെ ആ ഒരു പ്രയാസങ്ങളൊക്കെ കുറച്ചങ്ങ് മാറി. കാരണം ഞാൻ കുവൈറ്റ് സിറ്റിയിൽ നമ്മുടെ ടൊയാറ്റോ സണ്ണി എന്ന് പറയുന്ന ഒരു അച്ചായൻ്റെ ചർച്ചിലാണ് ഞാൻ കൂടി നടന്നിരുന്നത്. അത് ഏറ്റവും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ആ സണ്ണിച്ചാൻ ഞങ്ങൾക്ക് വേണ്ടി ക്യാമ്പുകളിൽ വണ്ടി അറേഞ്ച് ചെയ്യുകയും ഞങ്ങളെ ചർച്ചിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് ചെയ്തത്. അങ്ങനെ ഏകദേശം 4 വർഷത്തോളം അവിടെ ആയിരിക്കാൻ എനിക്കിടയാ. അതിന് ശേഷമാണ് ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഞാൻ UAE കടന്നു പോവുകയും ആ കടന്നു പോകുന്ന സമയത്തും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭാര്യയെയും മാതാപിതാക്കളെയൊക്കെ വിട്ട് എനിക്ക് പോയപ്പോൾ എനിക്ക് വളരെ പ്രയാസമായിരുന്നു. അവിടെയും ദൈവം എനിക്ക് താങ്ങായിരുന്നു. കാരണം അവിടെയും പല സഹോദരങ്ങളെ എനിക്ക് തരികയും കൂട്ടുകാരെ തരികയും നല്ല ഒരു ചർച്ച് തരികയും അവിടെയുള്ള വിശ്വാസികൾ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നാട്ടിലുള്ള ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മറക്കും. കാരണം അവിടെയുള്ള ജീവിത രീതിയും കാരണം അവിടെയുള്ള എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോവുകയും അവരുമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്യും. അവരോട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസങ്ങളൊക്കെ ഒരു പകുതിയോളം നമുക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം 20 വർഷക്കാലം ഞാൻ അവിടെ ആയിരിക്കുമ്പോഴൊക്കെ എനിക്ക് ദൈവം എനിക്ക് നല്ല ഒരു പ്രവൃത്തി എനിക്ക് വെളിപ്പെടുവാനും നല്ല ഒരു കൂട്ടുകാരെയൊക്കെ എനിക്ക് തരുവാനൊക്കെ ഇടയായി തീർന്നു. അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ഭാര്യയെ എനിക്ക് ദൈവം തന്നു. ഏകദേശം അതും കൊട്ടാരക്കരയാണ് എൻ്റെ ഭാര്യയുടെ സ്വദേശം. അത് കഴിഞ്ഞതിന് ശേഷം ദൈവം എനിക്ക് 4 കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം ദാനമായി തന്നു. മൂത്ത ആൾ ലിജോ എന്നാണ്. പുള്ളി ഇപ്പോൾ ആ മകനിപ്പോൾ അബുദാബിയിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞ് ട്വിൻസാണ്. അവർ ഇപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്നു. അവരും സന്തോഷമായിട്ട് ഇപ്പോൾ ജോലിയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. എൻ്റെ മാതാവ് ഏകദേശം 3-4 വർഷത്തിന് മുമ്പിട്ട് മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ കുഞ്ഞുങ്ങളുമൊത്ത് ഇപ്പോൾ നാട്ടിലിപ്പോൾ ആയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മൂത്ത മകൻ അവധിക്ക് ഇപ്പോൾ നാട്ടിലുണ്ട്. അവരും ഇപ്പം അവൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞിപ്പോൾ അബുദാബിയിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ ഇളയ 2 കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിലും ആയിരിക്കുന്നു. അവരും ജോലിയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന നല്ല ഒരു ഭാഗ്യത്തെ ഓർത്തു ഞാൻ സ്തുതിക്കുന്നു. പിന്നെ ഞാനായിരുന്ന മേഖലകളിലൊക്കെ എനിക്ക് ദൈവം നല്ല ഒരു കൂട്ടാളിയായി എൻ്റെ ദൈവം എന്നോട് കൂടെയായിരുന്നു.